അനന്തര വിശുദ്ധർ ജൂൺ 18 വിശുദ്ധന്മാരായ മാർക്കസും മാർസല്യാനോസും. റോമിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച ഇരട്ട സഹോദരന്മാരായിരുന്നു വിശുദ്ധ മാർക്കസും വിശുദ്ധ മാർസല്യാനോസും. തങ്ങളുടെ യുവത്വത്തിൽ തന്നെ വിശുദ്ധർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. അധികം താമസിയാതെ രണ്ടുപേരും വിവാഹിതരായി. 284 ഡയക്ലീഷ്യൻ അധികാരത്തിലേറിയപ്പോൾ അവിശ്വാസികൾ മതപീഡനം അഴിച്ചുവിട്ടു. ഇതേ തുടർന്ന് മതമർദ്ദകർ വിശുദ്ധരായ ഇരട്ട സഹോദരന്മാരെ പിടികൂടി തടവിലിടുകയും ശിരച്ഛേദം ചെയ്ത് കൊല്ലുവാൻ വിധിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ വിധി നടപ്പാക്കുന്നതിന് മുമ്പ് 30 ദിവസത്തെ കാലാവധി നേടിയെടുക്കുവാൻ വിശുദ്ധന്മാരുടെ സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞു. ഈ കാലാവധിക്കുള്ളിൽ അവർ വിജാതീയരുടെ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുവാൻ സമ്മതിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു അത്. വിശുദ്ധരുടെ മാതാപിതാക്കളായ ട്രാൻക്വില്ലിനാസും മാർഷിയും അതീവ ദുഃഖത്താൽ തീരുമാനം മാറ്റുവാൻ വിശുദ്ധരോട് കണ്ണുനീരോടുകൂടി കെഞ്ചി അപേക്ഷിച്ചു. എന്നാൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന വിശുദ്ധ സെബാസ്റ്റ്യൻ ഉടനടി തന്നെ റോമിലെത്തുകയും ദിവസവും വിശുദ്ധരുടെ മാതാപിതാക്കളെ സന്ദർശിക്കുകയും അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചകളുടെ ഫലമായി വിശുദ്ധരുടെ പിതാവും മാതാവും ഭാര്യമാരും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. കൂടാതെ നിക്കോസ്ട്രാറ്റസ് എന്നു പേരായ പൊതുരേഖകളുടെ എഴുത്തുകാരനും ക്രോമിയാറ്റ്യൂസ് എന്ന ന്യായാധിപനും വിശ്വാസത്തിൻ്റെ മാർഗത്തിലേക്ക് വന്നു. ക്രോമാറ്റ്യൂസ് ആകട്ടെ തൻ്റെ ന്യായാധിപ പദവി ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധരെ സ്വതന്ത്രരാക്കി. രാജകൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനി വിശുദ്ധരെ രാജകൊട്ടാരത്തിലെ തൻ്റെ മുറിയിൽ ഒളിവിൽ പാർപ്പിച്ചു. എന്നാൽ ഒരു വഞ്ചകൻ ഇക്കാര്യം ഒറ്റിക്കൊടുത്തതിൻ്റെ ഫലമായി വിശുദ്ധരെ പിടികൂടി വീണ്ടും തടവിലാക്കുകയും ക്രോമാറ്റ്യൂസിൻ്റെ പിൻഗാമിയായി നിയമിതനായ ഫാബിയാൻ വിശുദ്ധരെ തൂണുകളിൽ ബന്ധനസ്ഥരാക്കി കാലുകൾ തൂണുമായി ചേർത്ത് ആണിയടിക്കുവാൻ ഉത്തരവിട്ടു. ഒരു രാത്രിയും പകലും വിശുദ്ധന്മാർ ഈ നിലയിൽ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം വിശുദ്ധരെ അവർ കുന്തം കൊണ്ടുള്ള ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയരാക്കി. 286 വിശുദ്ധർ രക്തസാക്ഷിത്വം വരിച്ചത്. 1782 റോമിലെ വിശുദ്ധ കൊസ്മാസിയുൻ്റെയും വിശുദ്ധ ഡാമിയൻ്റെയും ദേവാലയത്തിൽ രക്തസാക്ഷിയായിരുന്ന വിശുദ്ധ ഫെലിക്സ് രണ്ടാമൻ മാർപ്പാപ്പയുടെ ശവകുടീരത്തിന് സമീപമായി ഈ രണ്ട് വിശുദ്ധരുടെയും അവരുടെ പിതാവായിരുന്ന വിശുദ്ധ ട്രാൻക്വില്ലിനാസിൻ്റെയും ശവകുടീരങ്ങൾ കണ്ടെത്തി. ഈ വിശുദ്ധരുടെ മധ്യസ്ഥത്താൽ ബാഡാജോസ് പട്ടണം പലവിധ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടതിനാൽ സ്പെയിനിൽ ഈ വിശുദ്ധരെ പ്രത്യേകമായി ആദരിച്ചു വരുന്നു.